തമിഴ് വെട്രിക്കഴകം. വിജയ് മാസ് വിജയ് സിനിമ. എനിക്ക് വിജയ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴത്തേക്കും ആ ഇഷ്ടം പോയോന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പോയി. നടനെന്ന രീതിയിൽ വിജയ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വിജയ് ഇപ്പൊ സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. വിജയുടെ പാർട്ടിയുടെ പിന്നെ വിജയ് അല്ലാതെ പിന്നെ ആരാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക? അതും ശരിയാണ്. പക്ഷെ എങ്കിലും ഇത് കുറച്ച് ജയലളിതയുടെ പാർട്ടിയിൽ ആരായിരുന്നു മുഖ്യമന്ത്രി? ജയലളിത. പിന്നെ MGR ഉണ്ടായിരുന്ന മറ്റാരായിരുന്നു? MGR. കരുണാനിധി. കമലഹാസന്റെ പാർട്ടിയിൽ ആരാ? കമലഹാസന്റെ പാർട്ടി കമലഹാസൻ. പക്ഷെ 8 തന്നെ പൊട്ടിപ്പോയില്ലേ? കമലഹാസൻ രാജ്യസഭാംഗമായില്ലേ ഇപ്പൊ? ഭീമൻ രഘുവും ഒന്നും ടീമൊന്നും കേൾക്കണ്ട. ഭീമൻ രഘു നാളെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരും. ഞാനാണ് മുഖ്യമന്ത്രി. ഏതായാലും വിജയ് തമാശകളിയല്ല. പുള്ളിയുടെ പുതിയൊരു പടം വരുന്നുണ്ട്, ജനനായകൻ. അതായത് കഴിഞ്ഞ കുറച്ച് കാലത്ത് വിജയുടെ സിനിമകളൊക്കെ ഈ രാഷ്ട്രീയ പ്രവേശനം അത് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു. അതായത് പുള്ളി ഈ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി ഒക്കെ തുടങ്ങി ആലോചന ഉള്ള സമയത്ത് പുള്ളിയുടെ ഒരു പടം റിലീസായി. അതിന്റെ പേര് തലൈവ എന്നായിരുന്നു. അതിന്റെ ടാഗ് ലൈൻ ടൈം ടു ലീഡ് എന്നായിരുന്നു. ടൈം ടു ലീഡ് എന്നാൽ നയിക്കാൻ സമയമായി. പക്ഷെ ആ സമയത്ത് ജയലളിതയായിരുന്നു മുഖ്യമന്ത്രി. ജയലളിതയ്ക്ക് ഇത് കാര്യം മനസ്സിലായി, ഇവന്റെ ഉദ്ദേശം, ഇവന്റെ സൂക്കേട് മനസ്സിലായി. അങ്ങനെ ആ സിനിമയ്ക്ക് അവിടെ പ്രദർശന വിലക്കൊക്കെ വന്നിരുന്നു ഈ ടാഗ് ലൈൻ കയറി കൊത്തിയപ്പോൾ. പിന്നെ ഈ ഇടക്ക് റിലീസായ, അതായത് വിജയ് മകനായിട്ടും അച്ഛനായിട്ടും അഭിനയിച്ചൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഇടക്ക് റിലീസായ. അല്ല പേര് ഞാൻ മറന്നുപോയി. പടം ഫ്ലോപ്പായിരുന്നു. മറ്റേ ഇത് എന്നാണ് ഗോട്ട്. അധികാരം കണ്ടിട്ടില്ല, നല്ല പടമായതുകൊണ്ട് തന്നെ. ആ ഗോട്ടില് അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ പ്ലേറ്റ് CM 2026 എന്നാണ്. ഇവിടെയും കുറെ CM ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ പൊടിക്കൈകളൊക്കെ ഇറക്കിയിട്ട് ഇപ്പൊ അണ്ണൻ ഇപ്പൊ തീരുമാനം എടുത്തേക്കാണ്, ഇനി തമിഴ്നാടിനെ അങ്ങ് രക്ഷിച്ചേക്കാം. കുറെ കാലമായിട്ട് സിനിമയിൽ രക്ഷിക്കലാണല്ലോ. ഒന്നെങ്കിൽ ഏതെങ്കിലും ഗ്രാമത്തെ രക്ഷിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയെ രക്ഷിക്കുക. രക്ഷിക്കലാണ്. അവസാനം ഇപ്പോ പുള്ളിക്കാരൻ തമിഴ്നാടിനെ രക്ഷിക്കാൻ ഇറങ്ങുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്ന പൊങ്കൽ 2026 പൊങ്കൽ റിലീസാണ്. നമ്മുടെ മലയാളി മമതാ ബൈജു ആണ് അതിലെ നായിക. അപ്പൊ മമതാ ബൈജുവിനോട് ഒരു ഇന്റർവ്യൂവില് ആരോ ചോദിച്ചു, ഈ വിജയ് ഈ പടത്തോടു കൂടി സിനിമ നിർത്തുകയാണല്ലോ, കാര്യം ഇതിനുശേഷം പുള്ളി രാഷ്ട്രീയത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഇലക്ഷൻ റിസൾട്ട് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഇലക്ഷനിൽ പൊട്ടി പാളീസാകുകയാണെങ്കിൽ പുള്ളി വീണ്ടും സിനിമയായിട്ട് സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. ഇതിലേതാ മനസ്സിലാവില്ല. പക്ഷെ പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് പുള്ളി കമലഹാസനെ പോലെയൊന്നുമല്ല. സിനിമ നിർത്തി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി മിക്കവാറും, കാരണം പുള്ളി രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് പുള്ളിയുടെ അച്ഛൻ, വിജയുടെ അച്ഛൻ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞു. അതിന്റെ പേരിലാണ് വിജയും അച്ഛനും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി, രണ്ടുപേരും രണ്ട് തട്ടിലേക്ക് പോയത്. വിജയുടെ അച്ഛൻ എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മുൻപ് അദ്ദേഹം ഒരു ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞതാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരും. അന്ന് അത് തള്ളി പറഞ്ഞുകൊണ്ട് വിജയ് അച്ഛനും തമ്മിൽ ചെറിയ ഒരസലമൊക്കെ ഉണ്ടായി, രണ്ട് വഴിക്ക് പോയി. പക്ഷെ പിന്നീട് അതേ പാതയിലേക്ക് തന്നെ വിജയ് വരികയും ചെയ്തു. പക്ഷെ വിജയെ സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് കാര്യങ്ങളിൽ നിലപാടുകളുണ്ട്. ഈ സിനിമയിൽ ഈ പോലെ പെൺപിള്ളേരെ രക്ഷിക്കുന്നതും ഗ്രാമങ്ങളെ രക്ഷിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് സിനിമ. പക്ഷെ നിലപാടിൽ കുറച്ചുകൂടി കഴമ്പുള്ള ഒരാളായിട്ടാണ് പലപ്പോഴും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് തോന്നുന്നത്. അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ചിലപ്പോൾ വീട്ടിൽ കുത്തിയിരുന്നാലും അദ്ദേഹത്തിന്റെ മകനൊക്കെ ഇപ്പൊ സംവിധാന രംഗത്തേക്ക് ഇറങ്ങിയല്ലോ. അതായത് മെർസൽ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായപ്പോഴാണ് BJP വിജയ് അടി തുടങ്ങിയത്. BJP അതില് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അതിൽ പരാമർശിച്ചപ്പോൾ അങ്ങനെയാണ് ഒരു വിജയ്ക്ക് ഒരു എഡ്ജ് കിട്ടിയത്. പക്ഷെ അതിനുശേഷം പുള്ളിക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമായ സിനിമകൾ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പുള്ളിയുടെ ലിയോ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, വെളുപ്പിന് 4 മണിക്ക് ഞാൻ പോയി കണ്ട സിനിമയാ. എന്നിട്ട് എന്റെ അമ്മയെ നല്ല സിനിമയായിരുന്നു. എന്റെ കൂടെ വന്ന 2 പേരെ നോക്കിയപ്പോ സദ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറുക്ക വലിക്കുന്ന സൗണ്ട് കേൾക്കും പോലെയാ. ഇടയ്ക്കിടയ്ക്ക് എന്തോ സൗണ്ട് നോക്കിയപ്പോ 2 സുഖം ഉറക്കം. അല്ല വിജയുടെ ഞാൻ എന്റെ നിരീക്ഷണം പറയാം. വിജയുടെ സമീപകാലത്തെ സിനിമകളിലൊക്കെ പുള്ളി ഓരോ ടൈപ്പ് ഡ്രസ്സ് മാറിയിടുന്നു, ഒരേ ടൈപ്പ് ഡാൻസ്, കണ്ടുമടുത്ത ഡാൻസുകൾ കളിക്കുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വിജയ് നോക്കുന്നതും ഇതിനു മുമ്പ് അവരുടെ മുൻഗാമികളായ പല ആളുകളും സിനിമയിൽ ഇറങ്ങി സജീവം എനിക്കൊരു തിരുത്തലല്ല. രജനീകാന്ത് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള
തമിഴ്നാട്ടിലെന്നല്ല ഇന്ത്യയിൽ മൊത്തം, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തും സ്വാധീനമുള്ള ഒരു സിനിമാക്കാരനാണ് രജനീകാന്ത്. പുള്ളിക്ക് കാര്യം മനസ്സിലായി, ഇത് പോയാൽ പണി കിട്ടും. പുള്ളി നൈസായിട്ട് അതങ്ങ് ഒഴിവാക്കി, രാഷ്ട്രീയ പരിപാടി ഒഴിവാക്കി. കമൽഹാസൻ, ഇപ്പൊ രജനീകാന്ത് കഴിഞ്ഞാൽ അടുത്ത ആള് കമൽഹാസന് ഇതുവരെ ക്ലച്ച് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ രാജ്യസഭയിലോട്ടൊക്കെ കിട്ടി, അതുകൊണ്ട് എന്ത് കാര്യം? അയാള് ഇപ്പൊ ഏകാംഗ പാർട്ടിയാ. കമൽഹാസനെ ഞാനും മറ്റേ അപ്പന്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറയുന്ന അവസ്ഥയിലാണ് കമൽഹാസൻ. ഏതായാലും വിജയുടെ പരിപാടി ഇപ്പോൾ കൃത്യമായ പ്ലാൻ ഉണ്ട്. അടുത്ത ഓഗസ്റ്റിൽ അവരുടെ സംസ്ഥാന സമ്മേളനം വിളിച്ചിരിക്കുക. സംസ്ഥാന സമ്മേളനത്തിൽ അവരുടെ പരിപാടികളൊക്കെ നിശ്ചയിക്കും. സംസ്ഥാന സമ്മേളനത്തിന് മറ്റേ ചെക്കൻ മറ്റേ ഇവിടുന്ന് പോകൂലേ, ഇതൊക്കെ പിടിച്ചിട്ട് ഇവിടുന്ന് നടന്നു വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകൂലേ, ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ ചിലപ്പോ ഒരു ഭാരവാഹി ആയേക്കും കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ണിക്കണ്ണൻ. ഏതായാലും ഈ പറയുന്ന വിജയുടെ പ്ലാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം സംസ്ഥാന സമ്മേളനം, അത് കഴിഞ്ഞ് പിന്നെ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ മൊത്തം പര്യടനം. ജോഡോ യാത്ര പോലെയാണോ? അല്ല, തമിഴ്നാട്ടിൽ മുഴുവൻ പര്യടനം. പുള്ളിക്ക് തൽക്കാലം ഇപ്പൊ തമിഴ്നാട് പിടിക്കലേ ഉദ്ദേശമുള്ളൂ. അതിനുശേഷം ചിലപ്പോ ഇന്ത്യ രക്ഷിക്കാനായിട്ടുള്ള പരിപാടി കാര്യമുണ്ട്. അത് വലിയ ഇമ്പാക്ട് ഉണ്ടാകും തമിഴ്നാട്ടിൽ. സ്വാഭാവികമാണ്. തമിഴ്നാട്ടിൽ ഈ താരാരാധന, വീരാരാധന, അതൊക്കെ ഈ ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ വരുന്നതിന് മുമ്പ് ആളുകൾ ഈ സിനിമാക്കാരെ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പ് അത്തരം ചില ബുദ്ധിമോശങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് നമ്മളും അങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇപ്പൊ പ്രേം നസീറിനെ ദൈവതുല്യമായിട്ട് കരുതിയിരുന്ന എത്രയോ പേരുണ്ട്. കാരണം നമുക്ക് ഈ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതോ വലിയ ശൂന്യാകാശത്ത് നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ അവര് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് എല്ലാവരും സമീപസ്ഥരാണ്. അവരെന്താണ് ഡെയിലി നടത്തുന്നതെന്ന് പോലെ അപ്പോഴപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെ നേരിട്ട് കാണുന്നതിന് തുല്യമായിട്ട് അവരുടെ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഡിസ്ലൈക്ക് ചെയ്യുന്നു, ചീത്ത വിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഇനി സിനിമയിലുള്ള ഒരു ചെറിയ വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് ബാക്കിയുള്ള എല്ലാവരും. അല്ല, അങ്ങനെ ഉണ്ട്, ഒരു വിഭാഗം ഉണ്ടായിരിക്കും. പക്ഷെ മൊത്തത്തിൽ എന്തുകൊണ്ടെങ്കിൽ കമൽഹാസൻ ക്ലച്ച് പിടിച്ചില്ല, എന്തുകൊണ്ട് രജനീകാന്ത് ഇട്ടിട്ട് പോയി? സ്വാഭാവികമല്ലേ? അപ്പോൾ വിജയ്ക്ക് ഒരു കൃത്യമായ, അതായത് സിനിമയ്ക്ക് ബദലായിട്ട് രാഷ്ട്രീയം പറഞ്ഞാൽ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ രക്ഷയുണ്ടാവും. അല്ലാണ്ട് എൻ്റെ ഫാൻസ് എല്ലാവരും, എൻ്റെ മറ്റേ ചിലരുണ്ടല്ലോ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നവരെല്ലാം എൻ്റെ സപ്പോർട്ടേഴ്സ് ആണെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, കൃത്യമായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ എട്ടിന്റെ പണി കിട്ടും. അതെ, തീർച്ചയായിട്ടും. ഏതായാലും ADMK ആയിട്ട് സഖ്യമില്ലെന്ന് പറഞ്ഞു. DMK ആയിട്ട് പൊരിഞ്ഞടിയാണ് അവിടെ. DMK ആണല്ലോ ഇപ്പൊ അവിടെ ഭരിക്കുന്നത്. അപ്പൊ ADMK ആയിട്ട് സഖ്യമില്ല. കാര്യം ജയലളിതയായിട്ട് നേരത്തെ ഒന്ന് ഉടക്കിയതാണ്. DMK ആയിട്ട് സഖ്യമില്ല. അപ്പൊ ഏതെങ്കിലും സഖ്യം ഇല്ലാണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോയാൽ എന്തായി? പിന്നെ വേറൊരു കാര്യമുണ്ട്, തിരിഞ്ഞും പിരിഞ്ഞും നോക്കണ്ടല്ലോ. പൈസ മാക്സ് ഉണ്ടാക്കി കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കൈയിട്ട് വരി അങ്ങോട്ട് കൊണ്ടുപോകണ്ട. പിന്നെ ഉള്ളത് പിന്നെ മക്കളൊക്കെ ഏകദേശം എത്തേണ്ടിടത്തൊക്കെ എത്തി. ഇനി ജനങ്ങളെ സേവിക്കുക എന്ന ആത്മാർത്ഥമായ ഒരു തീരുമാനത്തോടെ ഇറങ്ങി അത് അംഗീകരിക്കണം. നിശ്ചിതമായി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഒരു വാലറ്റം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഒരാളുണ്ടായിരുന്നു. എന്റെ മാധ്യമ പ്രവർത്തന കരിയർ അവസാനിച്ചു, ഞാൻ രാഷ്ട്രീയത്തിലാണ്. വിജയ്ക്ക് ചിലപ്പോ അങ്ങനെ പരീക്ഷിക്കാം. അന്നം തിന്നവരോ നമ്മളായിട്ട് വേണ്ട. അപ്പൊ ശരി, ഗുഡ് ലക്ക് വിജയ്.